അല്ലേ അപ്പൊ സ്കൂൾക്ക് വരാതിരിക്കോ? സ്കൂൾക്ക് വന്നോട്ടെ, പക്ഷെ സ്കൂൾക്ക് വന്നാലേ ഞങ്ങൾക്ക് തൊഴിലക്കേട്. ഒന്നും മിണ്ടാതിരിക്കോ, അല്ലെങ്കിൽ തന്നെ പരീക്ഷ പേപ്പർ ഒന്ന് കിട്ടല്ലേ പറഞ്ഞിട്ടുള്ള ടെൻഷനില്ല മനുഷ്യൻ. അതിലിടക്ക രണ്ടെണ്ണം ഇങ്ങനെ വർത്താനം പറയണത്. എനിക്ക് പിന്നെ ആ ടെൻഷനൊന്നുമില്ല. അതെന്താ? ഞാനേ നല്ല വൃത്തിക്ക് എഴുതിയിട്ടുള്ളത്. അതെ അതെ, ഓളെ വൃത്തിയായിട്ട് പേപ്പറിൽ ഒന്നും എഴുതാതെ കൊടുത്തിട്ടുണ്ട്. പേപ്പറിൽ മസിയാക്കിട്ടെ വൃത്തികേടാക്കിട്ടേ ഇല്ല. പേപ്പർ കിട്ടട്ടെ അപ്പം നോക്കാലോ. എടി സുലൈമാനെ, ഇജ്ജ് നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ട്. എന്താ നീ എഴുതിയത്? ടീച്ചറെ എന്നെ രക്ഷിക്കണേ, എനിക്ക് വല്ലതും തരണേന്ന്. അയ്യോ, ദേ ടീച്ചർ വരുന്നു. എടാ വൈദീനെ, അന്റെ വല്യമ്മ പെരീന്ന് ഈ വടിയും പിടിച്ചിട്ടാ കടന്നുറങ്ങല്. എടി ചെറുക്കാ, ഇത് മിണ്ടായിരുന്നിട്ട് അനക്ക് അടി കിട്ടട്ടെ വല്യമ്മന്റെ കയ്യിന്ന്. ഞാനിവിടെ ഇത്രയും പോകുന്ന സാധനം വന്ന് നിക്കണേ, നിങ്ങൾക്ക് ഒന്നും കണ്ടില്ലേ? കണ്ടു. ഇന്ന് ഈ ടീച്ചറെ ഒരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് പറയേ. ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾ പരീക്ഷ പേപ്പർ കിട്ടും, വല്ല വിവരം അറിയാം നിങ്ങൾക്ക്? അറിയാം. പരീക്ഷ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? സുലൈമാൻ, ആദ്യം തന്നെ സുലൈമാന്റെ പേപ്പറാ. സുലൈമാനെ വന്ന് വാങ്ങിക്കോ. എടി സുലൈമാനെ. എന്താ ടീച്ചറെ? ഇന്റെ കാലുമുട്ട് വേദന നടക്കാറില്ലേ? പേപ്പർ വാങ്ങാൻ ഇങ്ങോട്ട് മറിച്ചെടുക്ക. അല്ലെങ്കിൽ ടീച്ചർക്ക് ഇന്നോട് പ്രത്യേക സ്നേഹ, ആദ്യം എന്റെ പേപ്പർ തരുള്ളൂ. ടീച്ചറെ, ഇച്ചിങ്ങനെ ഫുള്ള് മാർക്കണ്ടാ? അത് പിന്നെ ഹാൻഡിൽ വിത്ത് കയറേ. എന്താ ടീച്ചറെ? ഇന്ന സൂക്ഷിച്ചു പിടിക്കണമെന്ന്. മൊട്ട മാർക്കാ നിനക്ക്, മൊട്ട മാർക്ക്. താഴെ വീണ് പൊട്ടണ്ട. ടീച്ചർ ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. ഓ, 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർക്ക് എങ്ങനെ തന്നോളൂ ടീച്ചറെ? ആ 3 നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്. ബാക്കി എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നീ എന്താണ് എഴുതിയിട്ടുള്ളത്? അത് പിന്നെ ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പരിഷ്കാരികളെ എനിക്ക് കാണുന്നത് തന്നെ കലിപ്പാ. ഓടാ ഓടാ, അവിടെ തന്നെ പോയിരിക്കടാ. അടി കിട്ടും എന്റെ കയ്യിന്ന്. അടുത്ത മാർക്ക്. മൊയ്തീൻ, ഇവിടെ വാടാ. ടീച്ചറെ, ഇച്ച പ്രാവശ്യം നല്ല മാർക്കില്ലേ? ഞാൻ നല്ലോണം പരീക്ഷ എഴുതിയതാ. പിന്നെ നല്ലോണുണ്ട്, വാരിക്കോരിണ്ട്. ഇന്ന 50ൽ 4 മാർക്ക്. പുരോഗമനുണ്ട്. പോടാ, അവിടെ പോയിരിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും നിന്റെ അടി. വരുൺ, ടീച്ചറെ എങ്ങനെ? ഇച്ച നല്ല മാർക്കുണ്ടോ? ഉണ്ട്. അനക്കേ 1/2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങ അത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. 1/2 മാർക്ക് മൊട്ട വാക്കും പഠിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ വന്ന് ഇരുന്നോളും. ആര്യൻ, 50ൽ 49 മാർക്ക്. അയ്യോ, ബാക്കി 1/2 മാർക്ക് എവിടെ പോയി? ഞാൻ എല്ലാം എഴുതിയതാണല്ലോ. ഞാൻ 50 മാർക്കിന് എഴുതിയതാ ടീച്ചറെ. പിന്നെ 1/2 മാർക്ക് എവിടെ പോയി? മോനെ, സാരമില്ല മോനെ, നമുക്കിനി അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം. എന്നാലും ഞാൻ എഴുതിയതാ ടീച്ചറെ. 1/2 മാർക്കെങ്കിലും ഇവിടെ കിട്ടിയാ മതിയെന്നു. അതിനെ നല്ലോണം പഠിച്ചേ. ഓ നല്ല പഠിച്ചിട്ടാ കാര്യം വന്നിക്കുന്നത് ഇതാണ്. ഇന്ന് 1/2 മാർക്ക് പോയി. അടുത്തത് മണിമോൾ. ഇന്ന വെറും 1.5 മാർക്ക്. ഞാൻ നന്നായി എഴുതിയതാ ടീച്ചറെ. നന്നായി എഴുതി കാണും, ബെഞ്ചിലാവും എഴുതിയത്, അല്ലാതെ പേപ്പറിലൊന്നും കാണല്ല. അടുത്തത് പാർക്കുട്ടി. പാർവതി. യെസ് ടീച്ചർ. നിനക്കുണ്ട് 1.5 മാർക്ക്. എന്നെ പിടിച്ചോ? എനിക്ക് 1.5 മാർക്കുള്ളോ? അതെ അതെ, പേപ്പറിൽ ഇതിനുള്ള മാർക്കിൽ എനിക്ക് തരാൻ പറ്റുള്ളൂ. മുത്തിന് 50ൽ 45 മാർക്ക്. അവൾക്ക് 45 മാർക്കോ? വീട്ടിലെത്തട്ടെ, അവളെ ശരിയാക്കുന്നുണ്ട്. അതവള് പഠിച്ചിട്ട് എഴുതുന്നതല്ലേ, അതിനെന്താടി? എന്നിട്ട് അവളെ എനിക്കൊന്ന് കാണിച്ചു തന്നോ? ഇല്ലല്ലോ, എന്നാ എനിക്ക് മാർക്ക് കിട്ടിയിരുന്നില്ലേ? പാവം മുത്തേ, നിന്റെ വീട്ടിൽ ജോലിയൊക്കെ ചേർത്തിട്ടില്ലേ പഠിക്കല്? പാവം. എന്നിട്ട് അവൾക്ക് അത്രയും മാർക്ക് കിട്ടിയില്ലേ? ആമി. യെസ് ടീച്ചർ. 4 മാർക്ക്. എന്തിനാണ് ഈ പെണ്ണ് ഇജ്ജൊക്കെ വെറുതെ സ്കൂൾക്ക് വരുന്നത്? ആനക്കവിടെ പേരിൽ കുത്തിരുന്ന പോരെ? അതിന് പേരിൽ കുത്തിരിക്കാൻ വല്യമ്മ സമ്മതിച്ചില്ല ടീച്ചറെ. അന്റെ വല്യമ്മ പെണ്ണെ, അന്നെ ഞാണ്ടല്ലോ. നിങ്ങൾക്ക് പേരില് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഈ പഠിച്ചാതെ വരുന്നത്? ഇത് മനസ്സിലാവാൻ ചോദിച്ചാണ്. ഞങ്ങൾ പേരിൽ നല്ലോണം പഠിച്ചിട്ട് വരുന്നത് ടീച്ചറെ. പരീക്ഷ എഴുതാനാലേ ഒക്കെ അങ്ങോട്ട് മാർക്കും. എടി മണിമോളെ, 1/2 മാർക്ക് വാങ്ങിട്ട് ഓൾ അങ്ങോട്ട് തന്നെ കുത്തിക്കണോ? 1/2 മാർക്കല്ലേ ടീച്ചറെ, ഇച്ച 1.5 മാർക്കുണ്ട്. വലിയ കാര്യായി. 1.5 മാർക്കും കൊണ്ട് വന്നിക്കോള്. നാളെ തെറ്റിയതൊക്കെ 100 തവണ എഴുതിട്ട് വന്നാൽ മതി. ഇവിടെ
അനുസരിച്ചാ മതി. മനസ്സിലായി? എന്തിനാ മൊട്ട മാർക്ക് വാങ്ങിനോ? നിനക്കൊരു ഇളവുണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ? നാളെ ഈ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറവുള്ള കുട്ടി എന്നുള്ള രീതിക്ക് നീ എല്ലാതും ഇവർ 100 വെച്ച് എഴുതുമ്പോ നീ 150 വെച്ച് എഴുതണം. മനസ്സിലായോ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിയതാ. ചോദിച്ചു വാങ്ങിയത്. മുത്തേ, മുത്തിനൊന്ന് വീട്ടിൽ പോയാലേ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടൂട്ടോ. എന്തിന്? അതിനിപ്പോ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ മുത്തേ. എന്നും അതന്നെ എന്റെ പണി. പറയാമീ, എന്താ പ്രശ്നം? അത് പിന്നെ അവൾക്ക് മാർക്ക് കുറവാണ്, നിനക്ക് മാർക്ക് കൂടി പറഞ്ഞിട്ട് അവിടെ ഇന്ന് പറഞ്ഞിരുന്നു വീട്ടിലെത്തട്ടെ അമ്മേനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന്. അത് ശരി, ഓള് പഠിച്ച മാർക്ക് വാങ്ങാത്തിനെ മുത്ത് എന്താ ചെയ്യണേ? അതല്ലേ കാക്കോ, ഓള് ചെറിയമ്മല്ലേ, മുത്ത് എന്ത് പറഞ്ഞാലും കേൾക്കൂല. മുത്തിനെ നന്നായി ഉപദ്രവിക്കും. അതെ അതെ, അവളിന്ന് നേരത്തെ പോയിട്ടുണ്ടാവും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. ഇനി ഞാൻ സ്കൂളിൽ വിട്ടിട്ട് മണിമോളെ കണ്ടിട്ടേ ഇല്ല. അവൾ എവിടെ പോയനാവോ? അവളില്ലാതെ വീട്ടിൽ പോയാ ചെറിയമ്മേനെ വഴക്ക് പറയും. ഓള് ചിലപ്പോ ആദ്യം പോയിട്ടുണ്ടാവൂടി അമ്മയോട് പറഞ്ഞു കൊടുക്കാനേ. അതെ അതെ, ഓൾക്ക് നല്ല ദേഷ്യം വന്നിക്കണോ മുത്തിന് കുറെ മാർക്ക് കിട്ടിയിട്ട്. ഞാൻ വേഗം വീട്ടു ജോലിക്ക് ചെയ്ത് തീർത്തിട്ട് ബുക്ക് എടുത്ത് പഠിച്ചിട്ട് കിട്ടിയ മാർക്ക് എനിക്കത്. ലൈറ്റ് ഇട്ടാല് ചെറിയമ്മ വഴക്ക് പറയും. അത് കണ്ടിട്ട് മുത്തശ്ശൻ എനിക്കൊരു ചെറിയ ടോർച്ച് വാങ്ങി തന്നിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടാ ഞാൻ പഠിച്ചത്. ഈ മുത്തിന്റെ ചെറിയമ്മ എന്തിനാ മുത്തിനെ ഇങ്ങനെ ദ്രോഹിക്കണേ? മുത്തേ, നീ പോയി വിചാരിച്ചു ഞങ്ങള് വിചാരിക്കും. നിങ്ങൾ അങ്ങനെയല്ലേ വിചാരിക്കൂ? എടി മുത്തേ, ഇന്ന് നിനക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോ എന്റെ ബാഗൊക്കെ പിടിക്കാൻ നീ മറന്നോടി? അയ്യോ, ഞാൻ മറന്നതൊന്നല്ല, ഞാൻ അതിലേക്ക് തെരഞ്ഞു നിന്നെ അവിടെ ഒന്നും കണ്ടില്ല. നീ കള്ളം പറയല്ലേ? നിനക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതിന്റെ അഹങ്കാരല്ലേ? അല്ല മണിമോളെ, അമ്മയുടെ അടുത്ത് എത്തട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണ്ട മണിമോളെ, ചെറിയമ്മനോട് പറഞ്ഞു കൊടുക്കല്ലേ. മണിമോളെ, ഒന്നും അല്ലെങ്കിലും നിന്റെ വീട്ടിലല്ലേ മുത്ത്, അതിനോട് കുറച്ചെങ്കിലും തരണം കാണിച്ചോടെ. നീ പോടാ, നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. ഈ ബാഗ് എന്തൊരു വെയിറ്റ് ആണ്, അത് ഞാൻ അവിടെ നിന്ന് ഇതുവരെ താങ്ങിക്കൊടുന്നു. നിനക്ക് ബാഗ് പിടിക്കാനും പറ്റില്ല അല്ലേ ഇന്ന്? അത് ഞാൻ അതിലൊക്കെ തരുന്നതാ, എങ്കിൽ താ, ഞാൻ പിടിച്ചോളാം. വേണ്ട, ഇനി നീ പിടിക്കണ്ട, ഇത് ഞാൻ തന്നെ പിടിച്ചോണ്ട് പോയിട്ടേ മമ്മി കാണട്ടെ ഞാൻ തന്നെ ബാഗ് പിടിച്ചോണ്ട് പോണത്. വേണ്ട മണിമോളെ, ഞാൻ പിടിച്ചോളാ, അല്ലെങ്കിൽ ചെറിയമ്മ വഴക്ക് പറയും. പറയട്ടെ, അത് തന്നെയാ എന്റെ ആവശ്യം. നീ വരുന്നുണ്ടെങ്കിൽ വന്നോ, ഞാൻ പോവാ. മണിമോളെ, വേണ്ട മണിമോളെ, എന്നെ കൂടെ കൊണ്ടുപോ. ഓ, ഒരു വെള്ളക്കുട്ടി, ഞാൻ കൊണ്ടുപോയാലോ വീടറിയുള്ളൂ. നടന്നു പാടി വേണേ. അവളുടെ കൂട്ടുകാരികള് നോക്കിക്കോ, ഞാനിത് മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മി എന്നോട് മാത്രം കൂടിയാ മതി, അവരോടൊന്നും കൂടണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? മുത്തേ, നീ അവളുടെ കൂടെ ഓടിപ്പോയിക്കോ, അതാ നിനക്ക് നല്ലത്. അതെ, മുത്ത് വേഗം പോയിക്കോ, അവൾ അവിടെ എത്താനായി. എനിക്ക് പേടിയാവണോ, ചെറിയമ്മ വഴക്ക് പറയും. മുത്തേ, അവളുടെ കൂടെ ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. മുത്തേ, വീട്ടിലെത്തിയിട്ട് കളിക്കാവല്ലേ? നോക്കട്ടെ പാർക്കുട്ടി, ചെറിയമ്മ വിട്ടാ വരാ. അതിന് ഓൾക്ക് എവിടെ സമയം ഉണ്ടാകാ? ചെല്ലുമ്പക്കിന് ചെറിയമ്മ കൊറേ പണി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. മുത്തേ, നോക്കി നിൽക്കണ്ട, വേഗം പോയിക്കോ. മണിമോളെ, നിക്കേ, ഞാനും വരുന്നു. പാവം മുത്ത്, ഇന്നും അവൾക്ക് ചീത്ത കേൾക്കാനുള്ള കാരണമായി. ആ മണിമോൾക്ക് പണി കൊടുക്കണ്ടേ? വേണം, എന്തായാലും കൊടുക്കണം. ഓള് വെറുതെ വിടരുത് പാർക്കുട്ടി.